ഹായ് ഫ്രണ്ട്സ്, അമ്മാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ആവിയിൽ വേവിച്ചെടുത്ത ഒരു സ്നാക്കായ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ്. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഒരു കടായി അടപ്പത്ത് വയ്ക്കാം. അത് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇടാം. നമുക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം, വെള്ളം തിളച്ച് വരുന്നത് വരെ. തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമുക്കൊരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇട്ട് കുറേശ്ശെ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് റവ ഇളക്കി കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കുത്തും. കട്ട പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ റവ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് കുഴയ്ക്കാനായിട്ട് ചൂടാറുന്ന വരെ മാറ്റി വയ്ക്കാം. അതിനുശേഷം അപ്പോൾ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ് തയ്യാറാക്കുന്നതിന് നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുക്കണം. നന്നായി പാകമായിട്ടുള്ള ഒരു നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടാണ് അത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇത് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് നന്നായി സ്മാഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഈ പഴം. അപ്പോൾ പഴുത്ത പഴമാണെങ്കിലാണ് നന്നായി നമുക്കത് ഉടച്ച് കൊടുക്കാനായിട്ട് സാധിക്കുക. പഴുപ്പ് കുറഞ്ഞ പഴമാകുമ്പോൾ പെട്ടെന്ന് ഉടച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഒരു പഴം ഇട്ട് കൊടുക്കാം. നിങ്ങൾ പഴം എടുക്കുമ്പോൾ നന്നായി നന്നായി പഴുത്ത ഒരു പഴം എടുക്കുക. ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഒന്ന് ഇളക്കി നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു മുറി തേങ്ങ ചെറിയത് ചേർക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ഉരുക്കി മാറ്റി വെച്ച ശർക്കര പനി ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ബെല്ലം പൊടിയാണെങ്കിലും അത് ചേർക്കാം. എൻ്റെ കയ്യിൽ ശർക്കരയായിരുന്നു, അപ്പോൾ ഞാനത് ഉരുക്കി മാറ്റി വെച്ച പാനിയാണ് ഒഴിക്കുന്നത്. ബെല്ലത്തിൻ്റെ അച്ചായിരുന്നു, അപ്പോൾ ഞാനത് ഉരുക്കി പാനിയാക്കിയതാണ്. നിങ്ങളുടെ കയ്യിൽ ബെല്ലം പൊടിയാണെങ്കിൽ അത് ചേർത്താലും മതി. നന്നായി നമുക്കൊന്ന് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ചൂടാറാൻ മാറ്റി വെച്ച റവ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കയ്യുമ്മ കുറച്ച് നെയ്യ് തടവി അതൊന്ന് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം ഫില്ലിങ് ചെയ്യാനായിട്ട്. ഉരുളകളാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ച് വെച്ച മാവ് ഫില്ലിങ്ങിനായിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. എല്ലാം നമുക്കൊരു വലിപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് പരത്തി ഫില്ലിങ് ഉള്ളിൽ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങിനുള്ളത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫില്ലിങ് ചെയ്യാനായിട്ട് ഇതാക്കാം. സിലിണ്ടർ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കണത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കാം.
ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. ഫില്ലിംഗ് അല്ലാതെ നമ്മൾ സിലിണ്ടർ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഓരോ ഉരുളകളും എടുത്ത് പരത്തിയതിന് ശേഷം നമുക്ക് ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ ഇതല്ലാതെ നമുക്ക് ഇങ്ങനെ സിലിണ്ടർ ഷേപ്പിലാക്കിയെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് സ്റ്റീമറിലേക്ക് വെക്കാം. നിങ്ങളുടെ കയ്യിൽ ഇലയുണ്ടെങ്കിൽ ഒരു ഇല വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. നമുക്കിത് ഒരു 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ സ്നാക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിനി തുറന്നു നോക്കാം. ചിരകിയ നാളികേരം വെച്ച് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് ഗാർണിഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് ഗാർണിഷ് ചെയ്യാനായിട്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ടോ അല്ലെങ്കിൽ ചിരകിയ നാളികേരമോ വെച്ച് ഇത്തരത്തിലാണ് ഇത് ഗാർണിഷ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നാളികേരം ജസ്റ്റ് ചെറിയൊരു ജാറിൽ, മിക്സിയുടെ ചെറിയൊരു ജാറിൽ ചെറുതായി ഒന്ന് കറക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് ഹെൽത്തിയാണ്. ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.